ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു കൃഷി ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉള്ള വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ പിന്നീടും നമ്മുടെ പച്ചക്കറീസിൻ്റെയൊക്കെ വെജീസിൻ്റെ ഒക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഹലോ, പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് നമ്മൾ പച്ചക്കറിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടീനെ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ കുറച്ച് തോന വെണ്ടയ്ക്ക് കിട്ടി. അതുപോലെ ഇതൊരു തെണ്ടുമ്പോൾ 2 വെണ്ടയ്ക്ക ഉണ്ടായപ്പോൾ എൻ്റെ മകൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം അത് കണ്ടപ്പോൾ കേട്ടോ. പിന്നെ പ്രശ്നം നമുക്ക് ഒരു 6 കിലോത്തോടെ കിട്ടിക്കണം വേണ്ട കേട്ടോ, 6 കിലോ ഒക്കെ കിട്ടിക്കണേ. പിന്നെ അതുപോലെ കുറച്ച് പീച്ചക്കയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പീച്ചക്ക 3 ഉണ്ട്. പിന്നെ എന്തോ ഒരു ഈച്ച വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഈച്ച കുത്തിയിട്ട് കേട് വരുന്നുണ്ട്. പക്ഷേ ആ ഈച്ചൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ കർണാടക ഉള്ളതുകൊണ്ട് എനിക്ക് മലയാളം കുറച്ച് അത്ര അറിയില്ല. പിന്നെ അങ്ങനെ 3 കിട്ടി. ഇപ്പോൾ ഈച്ചൻ്റെ പ്രശ്നം എന്തെങ്കിലും നോക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റിൽ ഇടണേ. ഈച്ചനെ ആട്ടാനുള്ള എന്താ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കുത്തി കേടെടുത്തുകയാണ്. അപ്പോൾ അതുപോലെ കുറച്ച് പയറും കിട്ടി. അതുപോലെ നമ്മൾ കുറച്ച് ഡ്രാഗന്, അതുപോലെ കുറച്ച് കക്കരിക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടായി വരികയാണിപ്പോൾ. അതുപോലെ കരിമ്പ് കുറേയൊക്കെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ വയലറ്റ് വൈദ്യരിങ്ങൊക്കെ ഇപ്പോൾ നട്ടിട്ടുള്ളൂ. അതൊക്കെ വലുതായിട്ട് വേണം. അത് നമുക്ക് തിന്നാനുള്ള നമുക്ക് കിട്ടും. അന്നന്ന് കുറച്ച് ഉപ്പേരിയോ കുറച്ച് സാമ്പാറോ എന്തെങ്കിലും വെക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അതിലുണ്ട് കിട്ടും. അതുപോലെ മുള്ളങ്കി നമുക്ക് ഫസ്റ്റ് ഇട്ടപ്പോൾ അത്ര മനസ്സിലായില്ല കേട്ടോ. അതിന് കുറച്ചും കൂടി മണ്ണൊക്കെ കൂട്ടിയിട്ട് അതിൽ വിത്ത് വെക്കാനാണ് ഞങ്ങൾ അടച്ചു നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. അപ്പോൾ നമ്മൾ വിത്ത് മീഷോന്ന് വിർത്തിയിട്ടുണ്ട്. മീഷോയിൽ എല്ലാ വിത്തുകളും നമുക്ക് അവൈലബിളാണ്, കിട്ടും. നമുക്ക് ഏത് വിത്ത് അടിച്ചു കൊടുത്താലും കിട്ടും. അത് നമുക്ക് വാങ്ങി വെച്ചാൽ ഉണ്ടാവും ചെയ്യും കേട്ടോ. തക്കാളി പിന്നെ നമ്മൾ കുറേ മുന്നേ 1 കിലോ 1.5 കിലോ അങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷേ തക്കാളി ആകുമ്പോൾ മാത്രം ഞങ്ങളങ്ങനെ വീഡിയോ ഇടാറില്ല, എടുത്തങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ എല്ലാതും പാടും ഉണ്ടാകുമ്പോൾ രസമല്ലേ. ഇപ്രശ്നം വൈദ്യരിങ്ങ ഒരു 3 കിട്ടി. ഇതിൻ്റെ മുന്നേ കുറച്ച് പറിച്ചങ്ങൾ ഒന്നായിട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് എടുത്തിടാൻ നല്ല സുഖം. ഏതായാലും കുറച്ചൊക്കെ പച്ചക്കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തിന്നാട്ടോ. നമ്മൾ വീട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ഒക്കെ പോയി കടയിൽ നിന്ന് വാങ്ങുന്നതിനും കാട്ടി നല്ലതല്ലേ. അതുപോലെ ഇപ്പോൾ നമ്മൾ വാടകയൊക്കെ കേട്ടോ പാർക്കണത്. വാടക വീട്ടിലാണ് ഇതൊക്കെ ഉണ്ടാക്കണത്. അതുപോലെ എൻ്റെ മോൾക്ക് പച്ചക്കറികൾ പേരറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളങ്ങനെ പറയാം ഓരോന്ന് പേര്. പച്ചക്കറികൾ കൂടുതലും ഒക്കെ അറിയില്ല. പീച്ചക്കൻ്റെ പേര് പ്രത്യേകിച്ചോളം മറക്കും. പിന്നെ അങ്ങനെ ഇന്നത്തോടെ നമ്മൾ വീഡിയോ ഇന്നത്തെ ഇത്ര കഴിഞ്ഞു. പിന്നെ ഇത് പിന്നീട് എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.